അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് 2020 ലീഗിൽ ഇന്ത്യ ചാമ്പ്യന്മാരാകുമ്പോൾ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കറിന് പ്രായം 52. കാലം ഇനിയും എത്ര മുന്നോട്ടു പോയാലും സച്ചിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്ന സ്ട്രൈക്ക് ഡ്രൈവുകളുടെ ഭംഗി അങ്ങനെ തന്നെ നിലനിൽക്കും. ഒരു കാലത്ത് 2020 യുവാക്കളുടെ കളിയാണെന്നും പ്രഥമ 2020 ലോകകപ്പിൽ താൻ കളിക്കില്ലെന്നും സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു. എന്നിട്ടും IPLൽ മുംബൈ ഇന്ത്യൻസിനായി സെഞ്ചുറി നേട്ടം ഉൾപ്പെടെ പൂർത്തിയാക്കിയാണ് ക്രിക്കറ്റ് ദൈവം കളിക്കളം വിട്ടിറങ്ങിയത്. IPLും ചാമ്പ്യൻസ് ലീഗും സ്വന്തമാക്കി. 3ാം സീസണിലെ ഉയർന്ന റൺ വേട്ടക്കാരൻ, IPL ടൂർണമെന്റ് താരമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ 2020 കളിക്കാൻ മടിച്ചു നിന്ന സച്ചിൻ സ്വന്തമാക്കിയിരുന്നു. ഇതുപോലെ എത്രയധികം താരങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റ് താരങ്ങളായി എഴുതിത്തള്ളപ്പെട്ടു. എന്നിട്ടും അവർ IPLൽ നടത്തിയ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാലങ്ങളോളം അനുസ്മരിക്കപ്പെട്ടിരുന്നു. 2020യുടെ ഉദ്ഭവത്തിനു മുമ്പേ പരിമിത ഓവർ ക്രിക്കറ്റ് ആദ്യ പന്ത് മുതൽ അടിച്ചു തകർക്കാനുള്ളതാണെന്ന് തെളിയിച്ച ചില താരങ്ങളുണ്ട്. സനത് ജയസൂര്യയും ഷാഹിദ് അഫ്രീദിയും വീരേന്ദ്ര സെവാഗുമെല്ലാം കാലത്തിനു മുമ്പേ സഞ്ചരിച്ചവരാണ്. 2020ൽ 6 പന്തിൽ 6 സിക്സർ നേടിയ യുവരാജിനു മുമ്പേ ഏകദിന ക്രിക്കറ്റിൽ ഹെർഷലെ ഗിബ്സ് ഈ നേട്ടത്തിലെത്തി. മിസ്റ്റർ 360 എന്നറിയപ്പെടുന്ന AB ഡിവിലിയേഴ്സ് 297 പന്തുകളിൽ 43 റൺസ് എടുത്ത ടെസ്റ്റ് മത്സരവുമുണ്ട്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ താരങ്ങളായി എഴുതിത്തള്ളിയിട്ടും 2020യുടെ വെടിക്കെട്ട് ആർജിച്ചെടുത്ത ചില താരങ്ങളുണ്ട്. ആ ഇതിഹാസങ്ങളുടെ കഥകളിലേക്ക്. പ്രഥമ IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഒരു ടെസ്റ്റ് ടീമായാണ് അറിയപ്പെട്ടിരുന്നത്. രാഹുൽ ദ്രാവിഡ്, ജാക്ക് കാലിസ്, റോസ് ടൈലർ, മാർക്ക് ബൗച്ചർ തുടങ്ങിയ താരങ്ങൾ. ആദ്യ സീസണിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ പ്രകടനവും മോശമായി. 7ാം സ്ഥാനക്കാരായി സീസൺ അവസാനിപ്പിച്ചു. തൊട്ടടുത്ത വർഷം അന്നത്തെ വെടിക്കെട്ട് താരം കെവിൻ പീറ്റേഴ്സനെ RCB സ്വന്തമാക്കി. ക്യാപ്റ്റനായും താരമായും പീറ്റേഴ്സണിന്റെ പ്രകടനം മോശമായിരുന്നു. സീസണിന്റെ പാതിയിൽ ഇംഗ്ലണ്ടിനായി കളിക്കാൻ പീറ്റേഴ്സൺ തിരിച്ചു വണ്ടി കയറി. അവിടെ ഒരു നായകൻ ജനിക്കുകയായിരുന്നു. അനിൽ കുംബ്ലെ എന്ന ഇന്ത്യൻ ലെഗ് സ്പിന്നർ ഇതിഹാസം. 2007ൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച താരം. ആദ്യ IPLനെത്തുമ്പോൾ കുംബ്ലെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകൻ മാത്രമായിരുന്നു. IPL ലേലത്തിൽ കുംബ്ലെക്കായി ആരും രംഗത്ത് വന്നില്ല. അന്നത്തെ RCB ഉടമ വിജയ് മല്യ പറഞ്ഞു, അവൻ എന്റെ പയ്യനാണ്, ബാംഗ്ലൂരുകാരനാണ്. അങ്ങനെ അടിസ്ഥാന വിലയ്ക്ക് കുംബ്ലെ റോയൽ ചലഞ്ചേഴ്സിലെത്തി. 2ാം സീസണിൽ RCBയെ പാതിവഴിയിൽ നിന്നും കുംബ്ലെ ഏറ്റെടുത്തു. അവസാന സ്ഥാനത്ത് നിന്നും IPL ഫൈനലിലേക്ക്. കലാശപ്പോരിൽ ഡക്കാന് മുന്നിൽ വീണു. എങ്കിലും സീസണിൽ കുംബ്ലെയുടെ മാജിക് സ്പിന്നും നായക മികവും ക്രിക്കറ്റ് ലോകം ഏറെ ചർച്ച ചെയ്തു. 2010ലെ IPLൽ RCB 3ാം സ്ഥാനക്കാരായി. ചാമ്പ്യൻസ് ലീഗ് 2020ലും സെമി കളിച്ചു. അൺസോൾഡിന്റെ വക്കിൽ നിന്നും RCBയുടെ എക്കാലത്തെയും മികച്ച ടീമാക്കി മാറ്റി കുംബ്ലെ ക്രിക്കറ്റ് കരിയറിന് അവസാനം കുറിച്ചു. കുംബ്ലെയുടെ RCBയിൽ ബാറ്റിംഗ് വിസ്ഫോടനം നടത്തിയ മറ്റൊരു ബാറ്ററുണ്ട്. ലോക ക്രിക്കറ്റിൽ ഇന്നും പകരം വെക്കാനില്ലാത്ത ഓൾറൗണ്ടർ ജാക്ക് കാലിസ് എന്ന ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം. ടെസ്റ്റിലും ഏകദിനത്തിലും 10,000-ലധികം റൺസ് എടുത്ത താരം. അന്താരാഷ്ട്ര കരിയറിൽ 60-ലധികം സെഞ്ചുറികൾ, 500-ലധികം വിക്കറ്റുകൾ. പക്ഷേ IPLൽ കാലിസ് തിളങ്ങുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ 2010ലെ IPLലെ റൺവേട്ടക്കാരിൽ സച്ചിന് പിന്നിൽ രണ്ടാമനായിരുന്നു കാലിസ്. ആകെ 98 മത്സരങ്ങളിൽ നിന്നായി 2427 റൺസ് നേടിയ താരം. 2012ലും 2014ലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം IPL ഉയർത്തിയാണ് കാലിസ് തന്റെ കരിയറിന് വിരാമമിടുന്നത്. പ്രഥമ IPLലെ ഏറ്റവും ഗ്ലാമർ കുറഞ്ഞ ടീമുകളിൽ ഒന്നായിരുന്നു രാജസ്ഥാൻ റോയൽസ്. താരലേലത്തിൽ ടീമിലെത്തിയത് ഏതാനും താരങ്ങൾ മാത്രം. ഷെയ്ൻ വോണും യൂനസ് ഖാനും ജസ്റ്റിൻ ലാംഗറും ഡാരൻ ലീമാനുമൊക്കെ കരിയറിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു. രവീന്ദ്ര ജഡേജയും യൂസഫ് പഠാനുമൊക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കടന്നു വന്നിട്ടുമില്ല. അങ്ങനെയൊരു ടീം IPLന്റെ കപ്പുയർത്തിയെന്നത് അവിശ്വസനീയമായ കഥയായിരുന്നു. അതിന് കാരണമായത് ഒരു ഇതിഹാസമായിരുന്നു. ഷെയ്ൻ വോൺ എന്ന ഓസ്ട്രേലിയയുടെ അദ്ഭുത ലെഗ് സ്പിന്നർ. കമ്രാൻ അക്മലിനെയും സൊഹൈൽ തൻവീറിനെയും യൂസഫ് പഠാനെയും രവീന്ദ്ര ജഡേജയുമെല്ലാം വോൺ നന്നായി ഉപയോഗിച്ചു. താരത്തിളക്കവുമായി വന്ന IPL ടീമുകൾ വോണിന്റെയും സംഘത്തിന്റെയും പോരാട്ടം കണ്ട് അമ്പരന്ന് നിന്നുപോയി. മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് 2ാം സീസൺ മുതൽ പാക് താരങ്ങൾ IPLൽ നിന്നും വിലക്കപ്പെട്ടു. എന്നിട്ടും ഷെയ്ൻ വോൺ എന്ന ഒറ്റ നായകന്റെ കീഴിൽ എതിരാളികൾക്ക് ശക്തമായ വെല്ലുവിളിയാകാൻ പിന്നീടുള്ള സീസണുകളിലും രാജസ്ഥാന് കഴിഞ്ഞിരുന്നു. ഏകദിനത്തിലും ടെസ്റ്റിലും 10,000-ലധികം റൺസ് നേടിയിട്ടും രാഹുൽ ദ്രാവിഡ് ഒരു ടെസ്റ്റ് താരമായി മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ IPLൽ മുൻനിര തകർന്ന പല മത്സരങ്ങളിലെയും RCBയുടെയും രാജസ്ഥാനെയും രക്ഷകനായി ദ്രാവിഡ് അവതരിച്ചിട്ടുണ്ട്. പ്രഥമ സീസണിന് ശേഷം രാജസ്ഥാൻ IPL പ്ലേ ഓഫ് കളിക്കുന്നത് 6ാം സീസണിൽ ദ്രാവിഡിന്റെ ക്യാപ്റ്റൻസിയിലാണ്. അതേ വർഷം ചാമ്പ്യൻസ് ലീഗിൽ രാജസ്ഥാനെ ഫൈനലിലെത്തിക്കാനും ദ്രാവിഡിന് കഴിഞ്ഞു. കലാശപ്പോരിൽ മുംബൈയുടെ ലോകോത്തര താരനിരയോട് പരമാവധി പൊരുതിയ ശേഷം ദ്രാവിഡിന്റെ ടീം വീണു. അന്ന് വൻമതിലിന്റെ കരിയറിന് അവസാനമായി. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.